ആന്ത്രോപ്പിക് ഒരു റിയൽ ലൈഫ് അൾട്രോണെ തന്നെ ഉണ്ടാക്കി. ആൻഡ് ഇതിൻ്റെ മേക്കേഴ്സ് ഇതിനെ പബ്ലിക്കലി റിലീസ് ചെയ്യാൻ പേടിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ദിസ് AI ക്യാൻ ഹാക്ക് എനിത്തിങ്. US ബിഗ് ബാങ്ക് ബോസസ് ഒക്കെ ഒരു എമർജൻസി മീറ്റിംഗ് കൂടിയിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഈ AIനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്താണ് ഇതിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആന്ത്രോപ്പിക്കിലുള്ള ഒരു റിസർച്ച് സയൻറ്റിസ്റ്റ് ഈ മെറ്റിയോസിനെ ഒരു പ്രൈവറ്റ് സാൻഡ് ബോക്സ് എൻവയോൺമെൻറ്റിൽ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് എന്നിട്ട് പറഞ്ഞു ധൈര്യം ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് കാണിക്കാൻ പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഒരു AIന് സാൻഡ് ബോക്സ് എൻവയോൺമെൻറ്റിൽ ലിമിറ്റഡ് ക്യാപ്പബിലിറ്റീസും ലിമിറ്റഡ് ആക്സസും മാത്രമേ ഉണ്ടാവുള്ളൂ. ആൻഡ് ഈ ചലഞ്ച് കൊടുത്തിട്ട് റിസർച്ചർ എന്ത് ചെയ്തു പറഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാനായിട്ട് പോയി. ഈ ടൈമിൽ മൂപ്പർക്ക് ഒരു മെയിൽ വന്ന് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ബ്രോക്ക് ഔട്ട് എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഇതിന് ശേഷം AI ചെയ്ത കാര്യമാണ് റിസർച്ചറിന് ശരിക്കും കിളി പോയത്. ഈ AI ഹാസ് ഗെയിൻ ദ ആക്സസ് ഓഫ് ദ ഇൻ്റർനെറ്റ്. അത് ഇതിൻ്റെ ഇൻസ്ട്രക്ഷനിൽ പോലും ഇല്ലായിരുന്നു ഇങ്ങനെ ഇൻ്റർനെറ്റിൻ്റെ ആക്സസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ആക്സസ് എടുത്തിട്ട് ഇത് എങ്ങനെയാണ് ഈ സാൻഡ് ബോക്സ് എൻവയോൺമെൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നുള്ളതിൻ്റെ മെത്തേഡ് മൊത്തം ഇത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ലീക്കാക്കുകയും ചെയ്തു. ആൻഡ് മെറ്റിയോസ് ഇപ്പം മേജർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെയൊക്കെ 0 ഡേ വാൾനറബിലിറ്റീസ് വരെ കണ്ടുപിടിച്ച്. അപ്പം 0 ഡേ വാൾനറബിലിറ്റീസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാൾനറബിലിറ്റീസ് ഹ്യൂമൻ ഡെവലപ്പേഴ്സിന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് നിയർലി ഇമ്പോസിബിൾ, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഒറ്റ കാരണം കൊണ്ടാണ് ഇതിൻ്റെ മേക്കേഴ്സ് ഇപ്പോൾ ഇത് പബ്ലിക്കലി റിലീസ് ചെയ്യാത്തത്. ആൻഡ് ഇതിൻ്റെ ആക്സസ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ആർക്കൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മേജർ കമ്പനീസിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇത് വെച്ചിട്ട് അവരെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെയൊക്കെ ഫ്ലോസ് കണ്ടുപിടിക്കാനും ഓരോ സെക്യൂരിറ്റി സിസ്റ്റം സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടും മാത്രം. പക്ഷേ ഇതിലെല്ലാവരും പേടിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ എത്ര ടൈം എടുക്കും വേറൊരു കൺട്രിക്ക് അല്ലെങ്കിൽ വേറൊരു അനോണിമസ് യൂസറിന് ഇതിൻ്റെ ഇതേപോലത്തെ ഒരു ആൾട്ടർനേറ്റീവ് AI ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇതൊരു ബാഡ് പേഴ്സൻ്റെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മളൊക്കെ അവസ്ഥ?